നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ആര്യാടൻ തോറ്റിരുന്നു. അങ്ങനെയുള്ള ആര്യാടനെ ഉടനെ MLA ആക്കണം. ആര് രാജിവെക്കും? ആ ചോദ്യം എത്തി നിന്നത് ആര്യാടന്റെ തന്നെ തട്ടകമായ നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് കോൺഗ്രസ് ഉർസ് വിഭാഗത്തിലെ ഹരിദാസ് ആയിരുന്നു. കരുണാകരന്റെ അടുത്ത ആളായിരുന്ന TK ഹംസയെ തോൽപ്പിച്ചാണ് ഹരിദാസിന്റെ വിജയം. ഹരിദാസൻ MLA ആയിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ പാർട്ടി തീരുമാനം പറഞ്ഞയുടനെ അദ്ദേഹം രാജിവെച്ചു. 10 ദിവസം മാത്രം MLA ആയിരുന്ന ഹരിദാസിന്റെ റെക്കോർഡ് ഇന്നും തകർക്കപ്പെട്ടിട്ടില്ല. ആ രാജിക്ക് പകരമായി അദ്ദേഹത്തെ പിന്നീട് രാജ്യസഭാംഗമാക്കി. എന്തായാലും ആര്യാടൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയപ്പോൾ പ്രതിസന്ധിയിലായത് CPM ആയിരുന്നു. കാരണം നിലമ്പൂർ MLA ആയിരുന്ന സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ച കേസിൽ 1ാം പ്രതിയായിരുന്നു ആര്യാടൻ.